ഹായ് ഗൈസ്, ഷാൻറ്റി സ്മാച്ചിന് സ്വാഗതം. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 1.5 മാസമായി. എൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞു. 1.5 മാസം കൊണ്ട് 5 കിലോ ഞാൻ വെയിറ്റ് കുറച്ചു. അപ്പം ഇന്നിപ്പോൾ ഞാൻ വെയിറ്റ് ലോസിന് പറ്റിയൊരു വെള്ളം അത് ഉണ്ടാക്കുന്നതിനെ കാണിച്ചു തരാവേ. ഇതാണ് ഒരു ചരുവത്തിലേക്ക് 5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് തിളപ്പിക്കാവേ. അതിലൊരു കൂട്ടോട്ട് ഇട്ടണം കേട്ടോ, കാണിച്ചു തരാം. അപ്പം സ്റ്റവ് കത്തിച്ച് കൊടുത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കോണേ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ചക്ക ഇങ്ങനെ ഇളഞ്ഞ് കിടക്കുക. നമ്മുടെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ വളപ്പിലൊന്നും അല്ല, അപ്പുറത്തെ വളപ്പുര. അവിടെയാണെങ്കിൽ ആളൊന്നുമില്ല. അതൊന്ന് ഇട്ട് കിട്ടുമായിരുന്നെങ്കിൽ ചക്കയും പുഴുങ്ങി ചിക്കനും കറി വെച്ചാൽ ഓർക്കുമ്പോൾ എനിക്ക് വായിക്കോടെ വെള്ളം വരുമോ. കാണിച്ചു തരാം ചക്ക കിടക്കണം കേട്ടോ. ഇതാണ് പ്ലാവ് നിൽക്കുന്നത്. അങ്ങ് ഉയർത്തി കണ്ടോ ചക്കയൊക്കെ കിടക്കണത്, നിങ്ങൾക്ക് കാണാവോ? കണ്ടോ, ഇതാണ് ഇതിൻ്റെ മണ്ടയിലെല്ലാം ചക്ക കിടപ്പുണ്ടേ. പക്ഷേ ഇത് ഇട്ട് കിട്ടാനും ഒരു വഴിയില്ല. വറക്കാനൊക്കെ നല്ല ചക്കയാണ്. നേരത്തെ ഞാൻ ഈ ചക്ക ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഈ പ്ലാത്തേൽ ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്, പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്, വറുത്ത് കഴിച്ചിട്ടുണ്ട്. പ്ലാവെല്ലാവരും കണ്ടില്ലേ ചക്കയൊക്കെ? നല്ല സൂപ്പർ ചക്കപ്പുഴുക്കൊക്കെയാണ്, പക്ഷേ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചേക്കാം. ഇത് വെള്ളം തിളച്ചത് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഞാനിവിടെ ഒരു പിടി മുരിങ്ങയില ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയില നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഒരു മൂട വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. മൂടി എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്നുകൂടെ മൂടി വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റായി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാവേ. അത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നൊരു മൂടി വയ്ക്കാം. ഇച്ചിരി ഒന്ന് ആറി കഴിയുമ്പം നമുക്ക് അരിച്ചെടുക്കാവേ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് വണ്ണം കുറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. പിന്നെ ഞാനൊരു ഫോട്ടോസൊക്കെ അതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതുണ്ടോ, ഇലയെല്ലാം അടിയിലേക്ക് അടിഞ്ഞ് ഇനി നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാവേ. മറ്റു പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് അരിച്ചെടുക്കാവേ. ഇതാണ് അരിച്ച് മാറ്റിയെടുത്തേ. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. ബാക്കി വെള്ളം നമുക്ക് മൂടി വയ്ക്കാവേ. ഇത് കുടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് മുരിങ്ങയില വാട്ടർ കേട്ടോ. മുരിങ്ങയില വാട്ടറിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് ചെറു ചൂടേ ഉള്ളൂ. കുടിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കുന്ന എടുത്ത് കുടിച്ച് നോക്കിയാൽ അപ്പോൾ ഭയങ്കര ചൂടാകുന്നേ. തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ മുരിങ്ങയില വാട്ടർ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം. അത് ഈ 5 ഗ്ലാസ് തിളപ്പിക്കുന്നത് 5 ടൈമിലായിട്ട് കുടിച്ചാൽ മതി. 5 തവണയായിട്ട് കുടിക്കണം കേട്ടോ. മുരിങ്ങയില വാട്ടറിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ. കണ്ണിനൊക്കെ കാഴ്ച കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. വിറ്റാമിൻസൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതല്ല. അപ്പം തോരൻ വെച്ച് കൂട്ടാനും കറികളിൽ പരിപ്പിലൊക്കെ ഇട്ട് കറി വയ്ക്കാനും എല്ലാത്തിനും മുരിങ്ങയില ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ ഒരുപാട് മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ മുരിങ്ങത്തോരന്, പിന്നെ മുരിങ്ങയുടെ പൂവിട്ടൊക്കെ മുരിങ്ങയുടെ പൂവും ഇലയുടെ ഇട്ടൊക്കെ തോരൻ വയ്ക്കുമായിരുന്നു. മുരിങ്ങക്കാ കറി വയ്ക്കുക, ഒരുപാട് മുരിങ്ങയുടെ തന്നെ കറികൾ ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുരിങ്ങയില വാട്ടറൊക്കെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ഡയറ്റ് എടുക്കുന്നവർക്ക് ഒരുപാട് നല്ലതാണ്. അപ്പം ആഴ്ചയിൽ 3 നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുക. ഡയറ്റ് എടുക്കാത്തവർക്കും നല്ലതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.